ഉയർന്ന വിദ്യാഭ്യാസമോ ജീവിത സാഹചര്യങ്ങളോ മാത്രം പോരാ. സമൂഹത്തിലെ അവശരിലേക്ക് തുറന്നിരിക്കുന്ന കണ്ണുകളും വേണമെന്ന് ചിന്തിക്കുന്ന യുവതലമുറയാണ് നാടിന്റെ സമ്പത്ത്. അത്തരത്തിൽ അവബോധം ഉൾക്കൊണ്ടുകൊണ്ട് 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്ന അവശത അനുഭവിക്കുന്ന 50ഓളം പേർക്ക് താങ്ങാവുകയാണ് തൃശൂർ പഴുവിൽ ഗോകുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഒരു മാസത്തേക്ക് വേണ്ട ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും സാമഗ്രികളുമാണ് കുട്ടികൾ സമാഹരിച്ച് കൈമാറിയത്. മാനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആപ്തവാക്യം അപ്പാടെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് ഗോകുലത്തിലെ വിദ്യാർത്ഥികൾ. ഇതിനായി വിദ്യാർത്ഥികൾ തങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനായി സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു പങ്ക് ദാനം ചെയ്യാൻ വേണ്ടി രക്ഷിതാക്കളോട് പറഞ്ഞു. ഇതിലൂടെ പഞ്ചസാരയും പരിപ്പും ചായപ്പൊടിയും എന്ന് വേണ്ട സോപ്പും വാഷിംഗ് പൗഡറും അടക്കം 34 ഇനങ്ങൾ കുട്ടികൾ സമാഹരിച്ചു. ഇവ സ്കൂളിലെത്തിച്ച് അധ്യാപകർ അടക്കമുള്ളവർ ചേർന്ന് സൂക്ഷിച്ച് പാക്ക് ചെയ്തു. ശേഖരിച്ച സാധനങ്ങൾ പുത്തൻപീടികയിലുള്ള കാരുണ്യ എന്ന ജീവകാരുണ്യ സംഘടനയുടെ കീഴിൽ നിരാലംബരായി ബുദ്ധിമുട്ടുന്ന 50 പേർക്കാണ് ആദ്യഘട്ടത്തിൽ കൈമാറിയത്. കുട്ടികൾ അവരുടെ വീട്ടിൽ ഉപയോഗിച്ച് അവർ സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് കൂടുതലായി വാങ്ങുന്ന സാധനങ്ങളിൽ ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ സ്കൂളിൽ തരികയും അത് ആ പാവങ്ങൾ ആയ മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരുണ്യ മാസം തോറും ഇവർക്ക് നൽകുന്ന സഹായങ്ങൾക്ക് പുറമെ ഗോകുലത്തിലെ വിദ്യാർത്ഥികൾ നൽകിയ ഒരു മാസത്തേക്ക് വേണ്ട അധിക ഉൽപ്പന്നങ്ങൾ ആശ്വാസമായി. ചാഴൂർ പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളതാണ് ഗോകുലത്തിലെ വിദ്യാർത്ഥികൾ. പഠനത്തിനൊപ്പം സമൂഹത്തിലെ അവസരയിലേക്ക് തുറന്നുവെച്ച കണ്ണും പരിചരണവുമാണ് ഏറ്റവും വലിയ അനുഭവ സമ്പത്തെന്നാണ് ഗോകുലത്തിലെ വിദ്യാർത്ഥികളുടെ പക്ഷം. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന ഞങ്ങൾ നൽകി. എല്ലാ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ നിന്ന് ശേഖരിച്ച് ഏറ്റവും ഒരാൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് നൽകിയത്. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കാരുണ്യ സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, ഗോകുലം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അഭിലാഷ് KR, ചാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം മേധാവി ശ്രീജ എന്നിവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ.